ഹലോ മൈ ഡിയർ ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് 1 ട്രേഡ് യൂണിയനിസം ആണ് കേട്ടോ ചെയ്യണേ. അത് ഞാനിത് കറക്റ്റ് ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഓർഡറിലല്ല ചെയ്യണേ, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് ഇട്ട് തരികയാണ് കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ ഓർഡറിൽ നമുക്ക് ഇങ്ങനെ ചാപ്റ്റർ വൈസ് എടുക്കാൻ സമയമില്ലെങ്കിലോ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വേഗം നിങ്ങളിലേക്ക് എത്തിച്ചാൽ നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം വേഗം എടുത്തു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വീഡിയോ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രേഡ് യൂണിയനിസം നോക്കാം. റോബർട്ട് ഓവൻ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ട്രേഡ് യൂണിയനിസം ഇൻ ഇംഗ്ലണ്ട് വാസ് ദി നാച്ചുറൽ ഔട്ട്കം ഓഫ് ഇൻഡസ്ട്രിയലിസത്തിൻ്റെ ഒരു ഔട്ട്കമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഈ ട്രേഡ് യൂണിയനിസത്തെ പറയാം. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന് മുൻപ് ദർ വാസ് നോ ഓർ വെരി ലിറ്റിൽ ചാൻസ് ഫോർ വർക്കേഴ്സിന് വളരെയധികം ചാൻസ് കുറവായിരുന്നു അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പറയാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ ആൾക്കാരുണ്ടായിരുന്നില്ല, ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് പോയിട്ട് അത് എന്താണെന്ന് അന്വേഷിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് വലിയ ഫാക്ടറീസും ഇൻഡസ്ട്രിയൽ ടൗൺസും സിറ്റീസും ഒക്കെ ഉണ്ടാവുന്നതും ലേബറേഴ്സിനും വർക്കേഴ്സിനും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നതും ഒക്കെ. അപ്പോൾ എങ്ങനെ ഇത് ട്രേഡ് യൂണിയനിസത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ നോക്കാൻ പോണത്. അതിൽ അഡ്വെന്റ് ഓഫ് ഫാക്ടറി സിസ്റ്റം, ഇതിൽ കണ്ടീഷൻസ് ഡിസപ്പിയർഡ് വിത്ത് ദി അഡ്വെന്റ് ഓഫ് ഫാക്ടറി സിസ്റ്റം. The prevalence of principle of laissez-faire led to the disregard of the statute of artificers, so that the condition of early industrial towns were unregulated. ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ടൗൺസ് എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ്, ഒരു എന്താ പറയുക, ഒരു റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ടൗൺസ് ആൻഡ് സിറ്റീസ്, ഇൻഡസ്ട്രിയൽ ടൗൺസ് ഒക്കെ അങ്ങനെ ആയിരുന്നു. ഫാക്ടറീസിൽ there are large number of working people got opportunities to place their views before their employers. ആ എംപ്ലോയേഴ്സിൻ്റെ മുൻപാകെ ഈ ഫാക്ടറി സിസ്റ്റത്തിലൂടെ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് അല്ലെങ്കിൽ അവരുടെ വ്യൂസ് പറയാനുള്ള ഒരു ചാൻസ് അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ 18th സെഞ്ച്വറിയുടെ അവസാനത്തോടെ സ്മോൾ സൊസൈറ്റീസ് ഓഫ് ദ നേച്ചർ ഓഫ് ട്രേഡ് യൂണിയൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ചെറിയ ട്രേഡ് യൂണിയൻസ് നിലവിൽ വന്നു. അങ്ങനെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് first century, the governing classes in England were alarmed to the poshness of common people, imitating the French. ഇംഗ്ലണ്ടിൽ ഈ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അവർ ഈ ഫ്രാൻസിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു റവല്യൂഷണറി ടെൻഡൻസിയൊക്കെ ഇംഗ്ലണ്ടിലും കാണാൻ തുടങ്ങിയത് 1799 ആയിരുന്നു. ഇനി ഈ 1700 to 1824 വരെ എന്നുള്ളത് ഓർഗനൈസ്ഡ് ട്രേഡ് യൂണിയൻസ് ഒക്കെ ഫാക്ടറീസിലെയും വർക്കേഴ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്നും നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ 1700 to 1824 ആ ഒരു പീരീഡിലൊക്കെ ഈ ഒരു ട്രേഡ് യൂണിയനിസം എന്ന് പറയുന്നത് ഇല്ലീഗലായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ ഈ വർക്കേഴ്സൊക്കെ അവരുടെ ഹൈ വേജസിന് വേണ്ടിയിട്ട്, വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അതൊക്കെ അവർ പറഞ്ഞിരുന്നുവെങ്കിലും അവരെയൊക്കെ ഇംപ്രിസൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് തിയറി, ആ ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ആണെങ്കിലും ഇക്കണോമിക് തിയറീസൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെൻറ് ആരും തന്നെ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുകയോ അത് പരിഹരിക്കാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി 1799 1800 കുറേ ലോസ്, ഈ ട്രേഡ് യൂണിയൻസൊക്കെ ഇല്ലീഗലാണെന്ന് കാണിക്കുന്ന കുറേ നിയമങ്ങളൊക്കെ വന്നു. അങ്ങനെ വർക്കേഴ്സ് ഹു അസോസിയേറ്റഡ് വിത്ത് എ ഫെലോ വർക്കേഴ്സ് ടു ഡിമാൻഡ് ഹയർ വേജസ് ഓർ ഷോർട്ടർ അവേഴ്സ് ഓഫ് വർക്ക് വർ ലയബിൾ ടു സെൻഡ് ടു പ്രിസൺ. അപ്പോൾ ഈ ഉയർന്ന വേജസ് വേണം പറയുന്നവർ, വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കണം എന്ന് പറയുന്ന വർക്കേഴ്സിനെയൊക്കെ ഇവർ ജയിലിലടക്കിയാണ്
ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കേഴ്സിന് അവരുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈം പീരീഡിൽ സം സീക്രട്ട് സൊസൈറ്റീസ് ഓൾസോ എക്സിസ്റ്റഡ് ഇൻ ഡിഫെൻസ് ഓഫ് ദി ലോ. ഡ്യൂറിങ് ദിസ് പീരീഡ് ദർ വാസ് ലിറ്റിൽ അജിറ്റേഷൻ എമംഗ് വർക്കിംഗ് മെൻ ഫോർ ദി റിപ്പീൽ ഓഫ് കോമ്പിനേഷൻ ലോ. Was so illiterate and unintelligent they failed to realize the importance of combination. അപ്പോൾ അതിൽ ഇങ്ങനെ ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കുറേ ആൾക്കാരൊക്കെ ഇല്ലിറ്ററേറ്റും അൺഇൻ്റലിജൻ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണ് വർക്കേഴ്സിനെ ബാധിക്കുക, നമുക്ക് ആവശ്യങ്ങൾ ചോദിച്ച് നമ്മുടെ അവകാശങ്ങളാണ് അപ്പോൾ അതൊക്കെ ചോദിച്ച് വാങ്ങിക്കാം എന്നുള്ള ആ ഒരു ഐഡിയ ഒന്നും ചില വർക്കേഴ്സിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പതുക്കെ ഈ വർക്കേഴ്സിനെ യുണൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനായിട്ട് പല ലീഡേഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1824 ട്രേഡ് യൂണിയൻസ് വർ നോ ലോങ്ങർ ഓർഗനൈസ്ഡ് ഇൻ സീക്രട്ട്. അപ്പോൾ ആദ്യം സീക്രട്ടായിട്ടാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടായത്. പിന്നീട് 1824 ശേഷം അതൊരു സീക്രട്ട് ഓർഗനൈസേഷൻ അല്ലാതെ ഒരു പബ്ലിക് ഓർഗനൈസേഷനായിട്ട് മാറി. അപ്പോൾ റോബർട്ട് ഓവൻ ആണ് ഈ ട്രേഡ് യൂണിയനിസം അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാനായിട്ട് മുൻകൈ എടുത്തിട്ടുള്ളതും അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതും. 1834 ഈ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ളത് ഫോം ചെയ്യുന്നത്. ആൻഡ് ദ റൂളിംഗ് ക്ലാസ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദീസ് യൂണിയൻസ് വിത്ത് സസ്പെഷൻ. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ട്രേഡ് യൂണിയനെ എപ്പോഴും ഭരിക്കുന്ന ആൾക്കാർ, റൂളിംഗ് ക്ലാസ് അവരെ ഒരു സംശയത്തോടെ മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. And the authorities thought that similar things might happen in England also. അപ്പോൾ ഫ്രാൻസിലും ഇങ്ങനെയുള്ള വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളും അവർ മുൻകൈ എടുത്തുകൊണ്ടൊക്കെയാണ് റവല്യൂഷൻ വരെ എത്തിയത്. അപ്പോൾ അതുപോലെ ഇംഗ്ലണ്ടിലും സംഭവിക്കുമോ എന്നുള്ളത് ഇംഗ്ലണ്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് അതൊരു പേടി തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഹൗസ് ഓഫ് കോമൺസ് 1824 ഒരു കമ്മിറ്റി, ജോസഫ് ഹ്യൂം എന്ന് പറയുന്ന ആളുടെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അങ്ങനെ ഹ്യൂം, ഡ്യൂ ടു ഹിസ് സിമ്പത്തീസ് വിത്ത് ദ മൂവ്മെൻറ്റ്, പ്രസൻറ്റഡ് എക്സ്റ്റെൻസീവ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് എവിഡൻസ് ഇൻ ഫേവർ ഓഫ് റിലാക്സിങ് ദ കോമ്പിനേഷൻ ലോ. അപ്പോൾ ഈ ഹ്യൂമിന് വർക്കേഴ്സിനോടൊക്കെ കുറച്ചൊരു സിമ്പതിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കോമ്പിനേഷൻ ലോയിനെ അതിൽ കുറച്ച് റിലാക്സേഷനൊക്കെ വേണം, അതായത് അവരുടെ വേജസ് കൂട്ടണം, വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ ഈ റൂളേഴ്സിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ അതിന് ശേഷം ഈ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1824 ചെറിയ ചെറിയ സ്മോൾ യൂണിയൻസ് ആയിട്ട് ഷോർട്ട് ഡ്യൂറേഷനിൽ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും അതിങ്ങനെ പതുക്കെ വന്ന് 1834 ആയപ്പോൾ ന്യൂ യൂണിയൻസ് ഉണ്ടായി. അവരുടെ എയിംസ്, മെത്തേഡ്സ് ഇതൊക്കെ മാറി. അങ്ങനെ ഈ ട്രേഡ് യൂണിയനിസം എന്നുള്ളത് ഒരു റെക്കഗ്നൈസ്ഡ് ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനായിട്ട് മാറുകയാണ്. അതായത് വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അവരുടെ വേജസ് കൂട്ടുന്നതിന് വേണ്ടി, വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി, സൊസൈറ്റിയിൽ അവർക്കൊരു സ്റ്റേറ്റസ് കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ആണ് ഈ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ളത് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പല പല ടോപ്പിക്കുകളായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക് വൈസ് നിങ്ങൾ പഠിച്ചോളൂ. എങ്കിലും ട്രേഡ് യൂണിയനിസം എന്നൊക്കെ ഒരു എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ എല്ലാ ടോപ്പിക്സും ചേർത്ത് ട്രേഡ് യൂണിയനിസം 1860, ദെൻ ചാർജസ് അഗെയിൻസ്റ്റ് ട്രേഡ് യൂണിയനിസം, അങ്ങനെ 1870 ഉള്ള ട്രേഡ് യൂണിയനിസം, അങ്ങനെ ഓരോന്നായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കിയിട്ട് വേണം നിങ്ങളത് പഠിച്ചെടുക്കണം കേട്ടോ.
ഇനി പറയണത് റൈറ്റ് ടു വോട്ടാണ്. അതായത് റൈറ്റ് ടു വോട്ട് എന്നുള്ളത് പാർലമെൻ്ററി ഇലക്ഷൻസിലൊക്കെ വോട്ടിംഗ് റൈറ്റ് അന്ന് ഈ ലേബറേഴ്സിന്, വർക്കിംഗ് ക്ലാസ്സിന്, അഗ്രികൾച്ചർ ലേബറേഴ്സിന് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ വിശ്വസിച്ചിരുന്നത് ഇവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ വേണം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് വേണം. അപ്പോൾ അതിനായിട്ട് ഇവർ ഒരു ലിബറൽ പാർട്ടി ഫോം ചെയ്യുകയും അതിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലേബറേഴ്സ് ആയിരുന്നു. അങ്ങനെ അവരൊരു ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതും ഈ ഒരു ട്രേഡ് യൂണിയനിസത്തിലേക്കാണ് വരുന്നത്. കാരണം ഈ ലേബർ പാർട്ടി അതായത് ഈ ഗവൺമെൻറ്റിനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് ജനങ്ങൾക്ക് ഉണ്ടായി എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ പാർട്ടി ഫോം ചെയ്യുന്നതും ഒക്കെ. ഇനി റോബർട്ട് ഓവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം May 14, 1771 to 1858 വരെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റായിട്ടും സോഷ്യൽ റിഫോമറായിട്ടും ഒക്കെ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോഷ്യൽ റിഫോമേഴ്സിനെയും സ്റ്റേറ്റ്സ്മാനെയൊക്കെ ഒരുമിച്ച് ചേർത്തി ഈ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിന് വേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ റോബർട്ട് ഓവൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഫോംഡ് ബൈ ഹിസ് എൻവയോൺമെൻറ്റ് ആൻഡ് സർക്കംസ്റ്റൻസസ്. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണോ, നമ്മുടെ സർക്കംസ്റ്റൻസ് അങ്ങനെയാണോ, അല്ലെങ്കിൽ ആ സൊസൈറ്റി നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഗുഡ് ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാവുന്നതിന് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടുണ്ട്, ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിൻസ് adopted as an expression of the workers' aspiration and may become a leader of the trade union movement in England. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഒപ്പം പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൻ്റെ ലീഡറായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യാണ് വർക്കേഴ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നീടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ലെഡ് ഹിം ഫ്രം ഫിലന്ത്രോപ്പി ഇൻ ടു സോഷ്യലിസത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് മാറുകയും അങ്ങനെ പൊളിറ്റിക്സിൽ കൂടുതലായിട്ട് അദ്ദേഹം ഇൻവോൾവ് ആവുകയും ഒക്കെ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ട്രേഡ് യൂണിയനിസവും റോബർട്ട് ഓവൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് കേട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ ഫ്രഞ്ച് റവല്യൂഷൻ അപ്ലോഡ് ചെയ്യാം.